നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാ പഠിപ്പിച്ചത്, ക്ഷമിക്കാനാ പഠിപ്പിച്ചത്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കുട്ടി ഒരു മരപ്പത്തിൽ കയറി പ്രാക്കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കൊടുത്തു. 4 മിനിറ്റ് ബാക്കി നിൽക്കുകയാണ്. ഞാൻ അതുകൊണ്ട് അവസാനിപ്പിക്കും. 4 മിനിറ്റ്, 10 മണിക്ക് 4 മിനിറ്റ് അവശേഷിക്കുന്നു. 4 മിനിറ്റ് തന്നെ ഒരുപാടാണ് സഹോദരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കുട്ടി ഒരു മരപ്പത്തിൽ കയറി ഒരു പ്രാക്കുഞ്ഞിനെ കൊണ്ടുപോയി സമ്മാനിച്ചു. അതിനെ കയ്യിലേക്ക് വാങ്ങി വിതുമ്പി വിതുമ്പി കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകി കരഞ്ഞ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചക, അങ്ങക്ക് ഈ സമ്മാനം ഇഷ്ടമായില്ലയോ? അങ്ങക്ക് ഈ സമ്മാനം ഇഷ്ടമായില്ലയോ പ്രവാചക? പ്രവാചക തിരുമേനി ചോദിച്ചു, മോനെ, ഈ കുഞ്ഞിനെ അതിന്റെ പ്രാപ്പത്തിൽ നിന്നെടുക്കുമ്പോ അതിന്റെ തള്ളപ്പക്ഷി കണ്ടില്ലേ മോനെ? ആ കുട്ടി പറഞ്ഞു, അതെ, അതിന്റെ തള്ളപ്പക്ഷി എന്റെ പിന്നാലെ വന്നു എന്റെ കൈകളിൽ കൊത്തിക്കൊണ്ടേയിരുന്നു. പ്രവാചക തിരുമേനിയോട് വീണ്ടും ചോദിച്ചു, എന്റെ സമ്മാനം അങ്ങക്ക് ഇഷ്ടമായില്ല പ്രവാചക? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ, ഏതൊരു തള്ളക്കും കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് അപാരമാണ് മോനെ. നാട്ടിൽ തട്ടമിട്ട ഉമ്മയുടെ മകനും പുട്ടുതൊട്ട അമ്മയുടെ മകനും മരിച്ചാലും ഏതൊരു മാതാവിനും വേദനയാണ് മനുഷ്യരെ. ഒരു പ്രാക്കുഞ്ഞിന്റെ വേദന, ഒരു പ്രാവിന്റെ വേദന, ഒരു തള്ളയുടെ വേദന പരിഗണിച്ച് പ്രവാചകൻ പറഞ്ഞു, മോനെ, ഈ പ്രാക്കുഞ്ഞിനെ നീ എനിക്ക് തരുന്നതിനേക്കാൾ വലിയ സന്തോഷം അത് കരഞ്ഞ് ക്ഷീണിച്ച് അവശയായി അതിന്റെ കൂട്ടിൽ നിരാശപ്പെട്ടു വരുമ്പോ കുഞ്ഞിനെ കണ്ട് സന്തോഷിക്കുന്നുവെങ്കിൽ ഈ റസൂലിന് അതിനോളം വലിയ സന്തോഷമില്ലെന്ന്. സഹോദരാ, സഹോദരി, നമുക്കെങ്ങനെ ക്രൂരന്മാരാകാൻ കഴിയും? സഹീഹ് ബുഖാരിയിൽ ശ്രദ്ധിക്കണം, സഹീഹ് ബുഖാരിയിൽ കോഴിയെ ശകാരിക്കൽ എന്ന് പറഞ്ഞൊരു ബാബുണ്ട്. അത്ഭുതമേ ഈ മതം, അത്ഭുതമേ ഈ മതം. കോഴിയെ ശകാരിക്കാൻ പോലും പാടില്ല. നിങ്ങൾക്കറിയാലോ, ഒരു പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ നരകം വിധിച്ച മതമാണ് ഇസ്ലാം. പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിൽ നരകം വിധിച്ച മതം, അത്ര വലിയ പാപമായി കണ്ട മതം അന്യായമായി മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിക്കുമോ? നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച മതം മനുഷ്യന് വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ട് കൊല്ലാൻ, ഗോണ്ടനാമയിൽ ചെയ്ത തോന്നിവാസം ചെയ്യാൻ ഈ മതം മനുഷ്യരെ പഠിപ്പിക്കില്ല. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു കൊല മുന്തിരിയുമായി ഒരു സ്ത്രീ വന്നു. ഒരു കൊല മുന്തിരിയുമായി നബിക്ക് സമ്മാനമായി കൊടുത്തു. പ്രവാചകൻ അതിൽ നിന്ന് ഓരോന്നെടുത്തു തിന്നുകൊണ്ടേയിരുന്നു. ഒന്നുപോലും സഹാബികൾക്ക് കൊടുത്തില്ല. സന്തോഷം കൊണ്ട് ആ സ്ത്രീ മടങ്ങിപ്പോവുകയാണ്. ആ സ്ത്രീ മടങ്ങിപ്പോകുമ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ചോദിച്ചു, എന്തേ അങ്ങൊന്നും ഞങ്ങൾക്ക് ഷെയർ ചെയ്യാതിരുന്നത്, എന്തേ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വളരെ കൃത്യമായി പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് ഞാൻ ആ മുന്തിരി തന്നിരുന്നുവെങ്കിൽ അത് ശക്തമായ പുളിയുള്ളതായിരുന്നു, ശക്തമായ പുളിയുള്ളതായിരുന്നു. അത് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ചോദിക്കും, എടീ പെണ്ണേ, നബിക്ക് പുളിയുള്ള മുന്തിരിയാണോ കൊടുത്തത്? അവളുടെ മനസ്സ് വേദനിക്കും. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, ഖുർആനിലെ 9-ാം അധ്യായം 128. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഖലീലൽ ഖൽബ്. സമയത്തെ പേടിച്ചുകൊണ്ട് ആ ആയത്ത് ഖുർആനിലെ 3-ാം അധ്യായം 159-ാമത്തെ വചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നബി കാരുണ്യമായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയ അനുയായികളോട് പുറത്ത, മക്കം ഫതഹിൽ പുറത്തു കൊടുത്ത എത്രത്തോളം എന്നറിയുമോ? ശൈബ് അബീ ത്വാലിബ് മലയിൽ 3 കൊല്ലം മുസ്ലിങ്ങളെ പീഡിപ്പിച്ച് ഗരാവോ ചെയ്ത് വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ പിഞ്ചു പൈതങ്ങൾ പൈതാഹത്താൽ പൊട്ടിക്കരഞ്ഞതും ആ കരച്ചിൽ കേട്ട് ഖുറൈശികൾ പൈശാചികമായി പൊട്ടിച്ചിരിച്ചതും ആ ജനതയ്ക്ക് മാപ്പ് കൊടുത്ത് അവർ പട്ടിണി കിടന്നപ്പം ഭരണാധികാരി എന്ന നിലയിൽ ഭക്ഷണം എത്തിച്ചു കൊടുത്ത പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. ആയതിനാൽ ഒരുപാട് പറയാനുണ്ടായിരുന്ന ആയതിനാൽ അവസാനിക്കുമ്പോൾ പറയട്ടെ, ഇതാണ് ഇസ്ലാം. ഇതിന്റെ പേരിൽ ഭീകരത ആരോപിക്കുന്നത് നിങ്ങൾ നോക്ക്. ഇതിന്റെ പേരിൽ ഇല്ലായ്മ ആരോപിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ വിഷയം നീതീകരിക്കപ്പെടുകയില്ല. മീഡിയ ഭീകരത എന്ന് പറയുന്ന ഒരു വലിയ ഭീകരതയുണ്ട്. 1 മിനിറ്റ് എടുത്ത് ഞാനത് പറഞ്ഞോട്ടെ. പത്രങ്ങൾ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾ, മുത്തശ്ശി പത്രങ്ങൾ, കേരള കൗമുദി കാശ്മീർ ബന്ധവുമായി മുസ്ലിങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്തപ്പോ ഭീമാപള്ളിയിലെ മുഹമ്മദ് റാഫി എന്ന് പറയുന്ന അങ്ങ് നമ്മുടെ പത്തനംതിട്ടയിൽ ലോട്ടറി വിറ്റു എന്ന് പറയുന്ന പയ്യനെ കുറിച്ച് കേരള കൗമുദി വാചകം എന്താ അറിയോ? അന്തർവാഹിനി കപ്പൽ ഓടിക്കാൻ കഴിവുള്ളവനായിരുന്നു ഈ വ്യക്തി. കടലിലൂടെ വലിയ വാഹനങ്ങൾ ഓടിക്കാൻ കഴിവുള്ളവർ. പിറ്റേന്നോ ഈ വ്യക്തിയെ ഞങ്ങൾക്കറിയാം, സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. സൈക്കിൾ ഓടിക്കാൻ കേരള കൗമുദി ഇപ്പോൾ ഫാസിസ്റ്റുകൾക്ക് വേണ്ടി പേന ഉന്തുന്നു. മാതൃഭൂമി മെനയാന്ത മാതൃഭൂമിയായത്. മാതൃഭൂമി പത്രത്തോടും പത്രാധിപന്മാരോടൊക്കെ എനിക്ക് പറയാൻ, നോക്കൂ, ഇതിലൊരു പാരഗ്രാഫ് വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, RSSകാർ അക്രമങ്ങളും മറ്റും നടത്താറില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളവർ വിശ്വസിക്കുകയില്ല.
സംഘർഷത്തിന്റെ ചരിത്രം തന്നെ ഇവിടെ അതിനുണ്ട്. 1970കളുടെ അവസാന പാദത്തിൽ അത് സംസ്ഥാനമെമ്പാടും കാണാറായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുമായുള്ള പ്രശ്നങ്ങളാണ് ഏറെയും. ചിലയിടങ്ങളിൽ മുസ്ലിം സംഘടനകളുമായി അവ ഏറ്റുമുട്ടാറുണ്ട്. പിന്നീട് അത് ഏതാണ്ട് കണ്ണൂരിലേക്ക് ഒതുങ്ങി. അത്തരം സംഭവങ്ങൾ RSS എന്ന് പലപ്പോഴും നിർബന്ധിതമായി തീരുകയാണ്. ഏതുപോലെ ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഇരിക്കാനേ പറഞ്ഞുള്ളൂ. മാതൃഭൂമി കിടന്നു നിരങ്ങുന്ന വിധേയത്വം കാണിക്കുകയാണ്. അവരന്ന് ബോംബ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം, വേണമെങ്കിൽ അവരന്ന് ബോംബുണ്ടാക്കിയിട്ടുണ്ടാവാം, ബോംബ് എറിഞ്ഞിട്ടുമുണ്ടാവാം. അതൊക്കെ ചില വേളകളിൽ അതിനുമപ്പുറം പലതും സംഭവിച്ചിട്ടുണ്ടാവാം, ചില വേളകളിൽ അതിനുമപ്പുറവും സംഭവിച്ചിട്ടുണ്ടാകാം. അതൊക്കെ നേത്രം അറിഞ്ഞുകൊണ്ടുമാവാം. എത്രയോ ചുറുചുറുക്കുള്ള സ്വയം സേവകരെ ഇതിനിടയിൽ സംഘപരിവാറിന് നഷ്ടമായി. മറ്റേതൊരു പ്രസ്ഥാനത്തെയും പോലെ സംഘപരിവാറിന്റെ തലപ്പത്തും പലതരക്കാരുണ്ടാവാം. ഒരു സംഘടനയാകുമ്പോൾ അങ്ങനെയാണല്ലോ. അതിനർത്ഥം RSSും സംഘപരിവാറും ഭീകര പ്രസ്ഥാനമാണെന്നല്ല. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഭാഷയാവണം പ്രവർത്തന ശൈലിയുടെ അടിസ്ഥാനമെന്നാണ് അണികളെ RSS കേൾപ്പിക്കാറുള്ളത്. ദേശപ്രേമത്തിന്റെ ഈരടികളാണ് അവരിലൂടെ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഗുജറാത്തിന്റെ മണ്ണിൽ 60-ലധികം സ്ത്രീകളുടെ ഗർഭപാത്രം വളർന്ന് തൃശൂരത്തിൽ കുത്തിയ സ്നേഹമാണോ സംഘചാലക ശക്തികൾ പ്രസംഗിക്കുന്നത്? ഒരു പിഞ്ചു ചെറുപ്പക്കാരനെ കൊന്നു നുറുക്കിയ പോലീസുകാർക്ക് ഭീകരവാദം പകർന്നു കൊടുത്ത രാജ് താക്കറെയും ബൽതാക്കറെയും സ്നേഹത്തിന്റെ സന്ദേശമാണോ പ്രചരിപ്പിക്കുന്നത്? പക്ഷേ മാതൃഭൂമി അവർക്ക് വേണ്ടി പേനയുണ്ടുകയാണ്. മീഡിയ ഭീകരതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരത എന്ന തിരിച്ചറിവും നീതിനിഷ്ഠമായി ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ഖുർആനിൽ 5-ാം അധ്യായം 8-ാമത്തെ വചനം. സഹോദരങ്ങളെ, ഇതൊരു തുടർ ചർച്ചയായി എല്ലാ ഭാഗത്തും വരട്ടെ എന്ന പ്രത്യാശയോടെയും പ്രാർത്ഥനയോടെയും. സ്നേഹമാണ് നമ്മുടെ മുഖമുദ്ര. സ്നേഹത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മനുഷ്യരെ സ്നേഹിച്ച് കീഴ്പ്പെടുത്തുന്ന മഹത്തായ ഒരു തത്വശാസ്ത്രം പ്രഘോഷണം ചെയ്ത ദൈവപ്രോക്ത മതത്തിന്റെ വക്താക്കളെ, മുസ്ലിങ്ങളെ, ഈ ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യരോടും നമുക്കൊരു ബാധ്യതയുണ്ട്. അത് സ്നേഹത്തിന്റെ ദൈവത്തിന്റെ ബാധ്യതയാണ്. അത് നശിച്ചു കാണാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അള്ളാഹു അജണ്ട നിശ്ചയിച്ച ഒരു പ്രസ്ഥാനത്തിന് ഫാസിസം അജണ്ട നിശ്ചയിക്കുന്ന ദയനീയമായ കാഴ്ച, സാമ്രാജ്യത്വ ശക്തികൾ അജണ്ട നിർണ്ണയിക്കുന്ന ദയനീയമായ കാഴ്ച. അവരുടെ അജണ്ട അനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരല്ല, അള്ളാഹുവിന്റെ അജണ്ട അനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യത്തിന് വേണ്ടി ജീവിച്ച് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ആർജവത്തോടെ അത് സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.